ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. ഡി എൻ എയുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ കാണുന്ന പ്രധാനമായ 3 ഭാഗങ്ങളാണ് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആൻറ്റി പാരലൽ പൊളാരിറ്റിയിലാണ്. ഒരു സ്ട്രാൻഡ് 5' to 3', മറ്റേ സ്ട്രാൻഡ് ഇതുപോലെ 5' to 3', 3' to 5' പൊളാരിറ്റി. അതുപോലെ മറ്റേ സ്ട്രാൻഡ് 5' to 3' പൊളാരിറ്റി. നമ്മൾ പറഞ്ഞ ഈ 3' to 5' പൊളാരിറ്റി ഉള്ള ആ സ്ട്രാൻഡാണ് നമ്മൾ പറഞ്ഞത് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് ഈ സ്ട്രാൻഡാണ്, ഈ ബ്ലൂ ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ RNA ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുള്ളൂ. ഇതിൽ ഇൻഫർമേഷൻ മാത്രമേ RNA ആയിട്ട് മാറുള്ളൂ, കോഡ് ചെയ്യുള്ളൂ. എന്നിട്ട് അത് മാത്രമേ പ്രോട്ടീനായിട്ട് മാറുള്ളൂ. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ളത് ഏതാ? 5' to 3' പൊളാരിറ്റി ഉള്ളത്. അത് കോഡിങ് സ്ട്രാൻഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതൊന്നിനെയും തന്നെ കോഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൊമോട്ടർ, ടെർമിനേറ്റർ. ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് ഒരു പ്രോസസ്സിനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നത്. സോ ഈ പ്രൊമോട്ടറിൻ്റെ ഇവിടെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, ഇനീഷ്യേറ്റ് ചെയ്യുന്ന സൈറ്റ് ഇവിടെയാണ്. അപ്പോൾ പ്രൊമോട്ടർ, ഇതാണ് സ്ട്രക്ചറൽ ജീൻ. ഇതിൽ നിന്നാണ് ബേസ് സീക്വൻസ് അനുസരിച്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ DNA-യിൽ നിന്ന് RNA ബേസ് സീക്വൻസുകൾ വരുന്നത്. അത് കഴിഞ്ഞ് അത് എൻഡ് ചെയ്യുന്നു, ടെർമിനേറ്ററിൻ്റെ അവിടെ എൻഡ് ചെയ്യുന്നു. ഇതാണ് ടെംപ്ലേറ്റ്, ഇത് കോഡിംഗ് സ്ട്രാൻഡ്. അപ്പോൾ നമ്മുടെ 3 ഭാഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേതാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് എവിടെയാണ്? പ്രൊമോട്ടർ എവിടെയാണ് ഇരിക്കേണ്ടത്? സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 5' എൻഡ് ഓഫ് അപ്സ്ട്രീം. ഈ പൊസിഷനാണ് അപ്സ്ട്രീം, ഈ പൊസിഷനാണ് ഡൗൺ സ്ട്രീം. സോ 5' എൻഡ് ഓഫ് അപ്സ്ട്രീം ഓഫ് സ്ട്രക്ചറൽ ജീൻ. അതായത് ഇവിടെ 5' എൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡിംഗ് സ്ട്രാൻഡാണ്. റെഫറൻസ് കോഡിംഗ് സ്ട്രാൻഡ് പൊളാരിറ്റി. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണ്? 5' to 3'. ഈ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡിലാണ് പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ. സോ കോഡിംഗ് സ്ട്രാൻഡ് ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല, ബട്ട് കോഡിംഗ് സ്ട്രാൻഡാണ് പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ തീരുമാനിക്കുന്നത്. സോ ആ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് കോഡിംഗ് സ്ട്രാൻഡാണ്. സോ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ, സ്ട്രക്ചറൽ ജീൻ്റെ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' അപ്സ്ട്രീമിലാണ്, 5' എൻഡ് ഓഫ് അപ്സ്ട്രീമിലാണ് പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ. 5' എൻഡ് ഓഫ് അപ്സ്ട്രീം ഓഫ് സ്ട്രക്ചറൽ ജീൻ. അതായത് കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡ് അതിൻ്റെ അപ്സ്ട്രീമിലാണ് നമ്മുടെ പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ. അടുത്തത് ഈ പ്രൊമോട്ടർ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എ റീജിയൻ ഓഫ് DNA. ഇതാണ് ഒരു DNA-യുടെ സീക്വൻസിൻ്റെ ഒരു റീജിയനാണ് അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ്. അവിടെയാണ് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്നത്, എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ റീജിയനിലാണ് എന്ത് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്ത് ആ RNA പോളിമറൈസ് സ്ട്രക്ചറൽ ജീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് സീക്വൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പോളിമറൈസേഷൻ റിയാക്ഷൻ. സോ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഈ പ്രൊമോട്ടറിലാണ്. സോ ഈ പ്രൊമോട്ടറിൻ്റെ പ്രത്യേകത ഇതൊരു DNA-യുടെ ഒരു സീക്വൻസ് ആണ്. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡിലെ അപ്സ്ട്രീമിലാണ് പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ. അവിടെയാണ് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് പിന്നെ കാണുന്ന ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീൻ എന്താണ്? ഈ സ്ട്രക്ചറൽ ജീൻ അനുസരിച്ചിട്ടാണ് RNA സിന്തസൈസ് ചെയ്യുന്നത്. ഈ DNA സീക്വൻസിന് ബേസ് പെയറിംഗ് കോംപ്ലിമെൻറ്റാരിറ്റി വെച്ചിട്ട് കോഡ് ഫോർ RNA അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനായിട്ട് മാറാൻ പോകുന്നത്. ബിക്കോസ് RNA ആണ് പ്രോട്ടീനായിട്ട് കോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോഡ് ഫോർ RNA. ഈ സ്ട്രക്ചറൽ ജീനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ടെംപ്ലേറ്റ് DNA-യിലാണ് ആ സ്ട്രക്ചർ ജീൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് ടെർമിനേറ്റർ. ടെർമിനേറ്ററിൻ്റെ ലൊക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ടെർമിനേറ്ററും പറയുന്നത്. സോ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിലാണ്, 3' എൻഡ് ഓഫ് ഡൗൺ സ്ട്രീം. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ ഡൗൺ സ്ട്രീമിലെ 3' എൻഡിലാണ് ടെർമിനേറ്ററിൻ്റെ ലൊക്കേഷൻ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലവും എവിടെയാണ്? ടെർമിനേറ്റർ, പേരിൽ തന്നെയുണ്ട്. സോ എൻഡ് ഓഫ് ദ പ്രോസസ്സ്, ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതും ടെർമിനേറ്ററിലാണ്. സോ പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. പ്രൊമോട്ടറിലാണ് DNA പോളിമറൈസ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈം
ബൈൻഡ് ചെയ്ത് RNA ന്യൂക്ലിയോടൈഡുകളെ ഈ ടെംപ്ലേറ്റിന് അല്ലെങ്കിൽ സ്ട്രക്ചർ ജീനിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ സ്ട്രക്ചർ ജീനനുസരിച്ച് ആ RNA ന്യൂക്ലിയോടൈഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഡിക് സ്ട്രാൻഡിൻ്റെ 5' എൻഡിൻ്റെ അപ്സ്ട്രീം പൊസിഷനിലാണ്. സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA സ്ട്രാൻഡ് അത് അതിനനുസരിച്ചുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇതേ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിലാണ് അതിൻ്റെ ലൊക്കേഷൻ. ഇവിടെ എത്തുമ്പോഴേക്കും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആയി. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ ജീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായി. ഇവിടെ എത്തുമ്പോൾ മനസ്സിലായി ഇപ്പോൾ ആ സ്ട്രക്ചർ ജീൻ അനുസരിച്ചുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ RNA പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിർത്താം എന്ന് മനസ്സിലായി. ടെർമിനേറ്ററിൽ എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവുന്നു. ഇത്രയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ കാണുന്ന 3 ഭാഗങ്ങൾ.